സഹോദരിമാർക്കും ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരന്മാർക്കും മലയാളികളായ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമത്വം എന്ന് ഞാൻ പറഞ്ഞത് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതാണ് സമത്വം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേരളത്തിലല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് ഓണം. ഓണമെന്നാൽ ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല. അവിടെ ഗൾഫിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണുന്ന വളരെ സന്തോഷകരമായ ആരോഗ്യപരമായ ഒരവസ്ഥ നമ്മൾക്ക് ഗൾഫിൽ കാണാൻ സാധിക്കും. നമ്മുടെ മലയാളി അസോസിയേഷനുകളിലായാലും ശരി, ഇന്ത്യൻ അസോസിയേഷനുകളിലായാലും ശരി, എല്ലാ കൂട്ടായ്മകളിലും വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാ കൊല്ലവും കാണാറുണ്ട്. ഇന്നത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച മാതിരിയല്ല ഇന്നത്തെ പുതുതലമുറ. കാരണം പഴയ കാര്യങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും പോയിപ്പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ നമ്മൾക്കാണ്. ആയതുകൊണ്ട് പഴയതും പുതിയതും ഒരുമിച്ച് നിങ്ങൾ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുകയില്ല. ഇത് പറയാൻ കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്, റോബോട്ടിക് കാലഘട്ടമാണ്. അങ്ങനെ പുതിയ ന്യൂ ഇന്നോവേഷൻ, ന്യൂ ട്രാൻസ്ഫോർമേഷൻ, ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പഴമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമ്മുടെ ഉള്ളത് കൊണ്ട് അതും കൂടി മിക്സായിട്ടുള്ള സദ്യ ആയിരിക്കണം എന്നുകൂടി. കാരണം ആ സദ്യയിൽ നിരത്തിയിരുന്ന് നമ്മൾ കഴിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതായിരുന്നു ഞങ്ങൾ പഴയ കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ.